ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ആപ്പിളൊക്കെ പറിച്ചിട്ട് നേരെ ലേ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ബാറ്റ്സ്മാനായ വിലായത്ത് അലി, അതായത് ഞങ്ങൾ മുന്നേ ട്രെയിൻ ചെയ്ത് പണ്ട് മുതൽ തന്നെ ഒരേ ബറ്റാലിയനിൽ ഉണ്ടായിരുന്നത്, അവൻ കോൾ ചെയ്യുന്നത്. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ വേറെ റൂമൊന്നും എടുക്കണ്ട, എൻ്റെ ദീദിയുടെ വീട് അവിടെ ടൗണിൽ തന്നെ ഉണ്ട്, അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. ദീദിയുടെ വീടുള്ളത് ദ്രാസ് എന്ന് പറഞ്ഞ ഒരു ടൗണിലാണ്. ദ്രാസ് എന്ന് പറഞ്ഞാൽ കാർഗിൽ എത്തുന്നേക്കാളും മുന്നെയാണ്, തൊട്ടടുത്താണ് ഈ ദ്രാസ് എന്ന് പറഞ്ഞ സിറ്റി. അത് ദ്രാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് പട്ടാളക്കാരുടെ രക്തവും കെടുക്കുന്ന ഒരു ഭൂമിയാണ് ദ്രാസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഒരുപാട് ഓടിക്കഴിഞ്ഞ ശേഷം വണ്ടിക്കൊന്ന് ഞങ്ങൾ റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, വണ്ടി ഇതേ ഓടി ആകെ ചളി പിടിച്ച്, ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഹിൽ ഏരിയയിലൊക്കെ ഓടിയപ്പോൾ ആകെ ചളി പിടിച്ചു. അപ്പോൾ ഈ കാണാനാണ് ദീദിയുടെ വീട് കേട്ടോ. നമുക്ക് ഈ ദീദിയുടെ വീട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആവും. കാരണം നമ്മൾ സൗത്ത് നിന്ന് വന്നതുകൊണ്ട് ഇവരുടെ ഈ വീടിൻ്റെ സ്റ്റൈൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതം തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണിതെടുക്കുന്നത് തണുപ്പ് കാലത്തിൻ്റെ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡലാണ് പണിതെടുക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന മരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അവർ കത്തിക്കാൻ വേണ്ടിയിട്ട്, രാത്രി കിടക്കാനായിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് തരത്തിലാണ് ആ മരങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. അപ്പം ഇനി നമുക്ക് വീടിൻ്റെ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇങ്ങനെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റിയത് വലിയൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാശ്മീരി ബേസ് ചെയ്തിട്ട് മൂവികളിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വീടുകൾ കാണാൻ പറ്റുള്ളൂ. എന്തായാലും അവിടെ നേരിട്ട് കാണാനും അവിടെ സ്റ്റേ ചെയ്യാനും അവിടുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റിയ ഒരു ലക്കിയായിട്ടാണ് കാണുന്നത്. റൂമിൻ്റെ ഉൾഭാഗത്തിലേക്ക് നോക്കിയപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുള്ള സെറ്റപ്പിലാണ് അവർ റൂമിൻ്റെ ഉൾഭാഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ നാട്ടിലൊക്കെ കിടക്കുന്ന പോലെ കട്ടിലും ബെഡും അല്ല, ഇവർ കാർപ്പറ്റ് വിരിച്ചിട്ടാണ് കിടക്കുന്നത്. എനിക്ക് പറയുകയാണെങ്കിൽ ഒരു മജ്ലിസ് സ്റ്റൈലാണ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴിമന്തി കഴിക്കാൻ പോകുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ മജ്ലിസ് സ്റ്റൈൽ കാണുള്ളൂ. അതാണ് ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ മൊത്തം. അതുപോലെ തന്നെ ഇവരുടെ കിച്ചൻ്റെ ഉള്ളൊക്കെ ഇവർ അതായത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ പ്ലേറ്റുകളും കാര്യങ്ങളല്ല. ഇവരെല്ലാതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചള പാത്രങ്ങളാണ് ഉപയോഗിക്കുക. അതായത് അവരവിടെ വെച്ചിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ടാണ് അവർ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നതൊക്കെ. വീടിനുള്ളിലെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദീദി ഞങ്ങളെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. അതായത് കാശ്മീരിൻ്റെ ആതിഥ്യ മര്യാദ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഭക്ഷണം കഴിക്കുന്നേക്കാളും മുന്നേ തന്നെ അവർ റൂമിൽ വെച്ചിട്ട് നമ്മുടെ കൈ കഴുകിപ്പിച്ചതിന് ശേഷമാണ് അവർ നമുക്ക് ഭക്ഷണം തരുള്ളൂ. അത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. എന്തായാലും അവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. ദീദി കാശ്മീരി സ്റ്റൈലിലുള്ള ഫുഡാണ് നമുക്ക് തന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ഒരുപാട് കുശലങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ശേഷം ഞങ്ങൾ ടയേർഡായതുകൊണ്ട് അന്ന് രാത്രി അവിടെ സുഖമായിട്ട് ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാം. ഓക്കെ.